ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 ബിസ്ക്കറ്റോളം വേണം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ളത് എടുത്താൽ മതിയാവും. എന്നാൽ ഈ ക്രീമുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. പകരം ഇതുപോലുള്ള ബിസ്ക്കറ്റ് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 3-4 പഴം കൂടി വേണം. അപ്പോൾ ഞാൻ വന്നിട്ട് എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ്. അതുപോലെ തന്നെ ചെറുപഴവും നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നേ ഉള്ളൂ. നേന്ത്രപ്പഴം എടുക്കേണ്ട, പകരം ഈ ഒരു രീതിയിലുള്ള പഴം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു സ്മാഷർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പഴം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഈ പഴവും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. ഇത് രണ്ടും ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഏത് കോഫി പൗഡറായാലും കുഴപ്പമില്ല. എന്നാലും ഇച്ചിരി നല്ലതുപോലെ ഫ്ലേവർ കൂടിയ കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതിയാവും. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡർ പെട്ടെന്ന് ഇങ്ങനെ കട്ടയായി പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദാമാവും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് അളവിലാണ് മൈദാമാവ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 60-70 ഗ്രാമോളം മൈദാമാവ് ഉണ്ടാവും. ഈ ഒരു അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. അതിൽ ഒരു 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമ്മുടെ പഴത്തിന് അത്യാവശ്യം മധുരമുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് പഞ്ചസാര മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടിയാണ്. ഏകദേശം 3 ടേബിൾ സ്പൂണോളം ഓയിലുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. അപ്പോൾ നല്ലൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ പാൽ ചേർക്കുന്നത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടണം. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇത്രയും കട്ടിക്ക് ഒരുപാട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ലൂസാക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് ഇരിക്കാൻ പാടില്ല. ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ബട്ടറാണ്. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി ഒന്നും വെക്കരുത്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം മാത്രം പഞ്ചസാരയും കൂടി. ഈ ഒരു അളവിൽ വളരെ കുറച്ച് മാത്രം പാൻ്റെ എല്ലാ സ്ഥലത്തേക്കും നമ്മളൊന്ന് വിതറി കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ നമ്മുടെ ഈ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്.
ഓരോ പഴവും ഇതുപോലെ രണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ആ പഴത്തിൻ്റെ പകുതിയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ. ഇതുപോലെ നമ്മുടെ ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബാറ്റർ കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇതുപോലെ നമ്മുടെ ബാറ്റർ എല്ലാം നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ പാനിലല്ല, നമ്മുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. അതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നല്ലതുപോലെ ഒന്ന് ബേക്കായിട്ട് കിട്ടിക്കോളും. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റൗവിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിക്കോളും. ഇനി നമുക്ക് വേണ്ടത് ഇതിപ്പോൾ 4 സൈഡ് നമ്മൾ ഇളക്കി വിടാതെ തന്നെ ഇത് കറക്റ്റായിട്ട് ഇളകി ഇരിപ്പുണ്ടാവും. ഇതൊന്ന് കമഴ്ത്തിയിട്ടാൽ മാത്രം മതിയാവും. ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടപ്പോഴത്തേക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചറിലും ചെറിയ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. പുറത്തുനിന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല സൂപ്പറായിട്ടൊരു വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ ടേസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.